+1 Commerce family. അപ്പോൾ ബാക്കി ക്ലാസ്സസിന് എക്സാം ഉള്ളതുപോലെ ഓണം എക്സാം ഉള്ളതുപോലെ നിങ്ങൾക്ക് ഓണം എക്സാം ഇല്ല അല്ലേ? പലരും അതൊരു ആശ്വാസമായിട്ടായിരിക്കും കണ്ടത്. ഞങ്ങൾക്ക് എന്തായാലും ഓണം എക്സാം ഇല്ല എന്നായിരിക്കും പലരുടെ ഒരു വിചാരം എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഇനി അടുത്തത് വരാനായിട്ട് പോകുന്ന ക്രിസ്മസ് എക്സാമാണ്. ഓക്കെ, ഇന്നേ വരെ നിങ്ങൾ എന്താണ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1ലേക്ക് നിങ്ങൾ കയറി. എങ്ങനെയാണ് നിങ്ങളുടെ എക്സാമിൻ്റെ പാറ്റേൺ എന്നോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നോ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല അല്ലേ? അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ +1ലെ എക്സാം എന്ന് പറയുന്നത് ക്രിസ്മസ് എക്സാം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓണം എക്സാം ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്രിസ്മസ് എക്സാമിന് എന്താണ് ഓണം എക്സാമിൻ്റെ പോർഷൻസും ഉണ്ടാവും, അതേപോലെ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി പഠിച്ച് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ആകുമ്പോഴേക്കും കുറച്ച് എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്കണോമിക്സിൽ നമ്മൾ ഇന്ന് എക്കണോമിക്സിൽ ഒരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എക്കണോമിക്സിൽ നിങ്ങൾക്ക് ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെൻറ്റും ഉണ്ട്, അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്ററാണ് കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ആ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, എൻ്റെ പേര് മരിയ എന്നാണ്, നിങ്ങൾ എക്കണോമിക്സ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന ചാപ്റ്ററിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ. നമ്മൾ ഡേറ്റയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രൈമറി ഡേറ്റയും ഉണ്ട്, അതേപോലെ നമുക്ക് സെക്കൻഡറി ഡേറ്റയും ഉണ്ട്. പ്രൈമറി ഡേറ്റയും ഉണ്ട്, സെക്കൻഡറി ഡേറ്റയും ഉണ്ട്. ഓക്കെ, പ്രൈമറി ഡേറ്റ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് പോയിട്ട് നമുക്കൊരു വിഷയത്തെക്കുറിച്ച് പഠിക്കണം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ആനുവൽ ഡേ നടക്കുകയാണ്. ഓക്കെ, ആനുവൽ ഡേക്ക് നമുക്ക് കുറച്ച് ഡാൻസ് കളിക്കുന്ന കുട്ടികളെ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടീച്ചേഴ്സ് എന്താ ചെയ്യുന്നത്, ഓരോ ക്ലാസ്സിലും ചെന്നിട്ട് നന്നായിട്ട് ആർക്കൊക്കെ ഡാൻസ് കളിക്കാൻ അറിയാമെന്ന് ചോദിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഓരോരുത്തരും കൈയൊക്കെ പൊക്കുമായിരിക്കും അല്ലേ? അപ്പോൾ അപ്പോൾ ടീച്ചർ അവരുടെ ഓരോരുത്തരുടെയും പേര് എഴുതി വെക്കും അല്ലേ? അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് പ്രൈമറി ഡേറ്റ. ഒരു ടീച്ചർ നേരിട്ട് പോയി എന്ത് ചെയ്യുകയാണ്, ഓരോരുത്തരുടെ അടുത്ത് ചെന്നിട്ട് ഇന്ന് ചോദിക്കുകയാണ് ഡാൻസ് കളിക്കാൻ അറിയാവോ എന്നിട്ട് ആ ഒരു ഡേറ്റ കളക്ട് ചെയ്യുകയാണ്. ഓക്കെ, അതാണ് പ്രൈമറി ഡേറ്റ. ആൻഡ് നമ്മളൊരു റിസർച്ചിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോരുത്തരും ഇപ്പം നമ്മളൊരു പോവേർട്ടി ദാരിദ്ര്യത്തിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ആളുകളുടെ ഇടയ്ക്കും നമ്മൾ ഒരു ലൊക്കാലിറ്റി എടുക്കും, ഒരു പെർട്ടിക്കുലർ സ്ഥലം എടുത്തിട്ട് അവിടുത്തെ ആളുകളുടെ അടുത്ത് പോയി നമ്മൾ സ്വയം ചെന്നിട്ട് നമ്മൾ ചോദിക്കും നിങ്ങളുടെ അവസ്ഥ എന്താണ്, നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞെടുക്കും. ഓക്കെ, അതാണ് പ്രൈമറി ഡേറ്റ. നമ്മൾ സ്വന്തമായിട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നതാണ് പ്രൈമറി ഡേറ്റ. ഇനി സെക്കൻഡറി ഡേറ്റ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ ആനുവൽ ഡേക്ക് ടീച്ചർ ഓരോ ക്ലാസ്സിലും ചെന്നിട്ട് ഓരോ കുട്ടികളെ ചോദിക്കുന്നത് ഡാൻസ് കളിക്കാൻ അറിയാവോ എന്നുള്ള ചോദിച്ചിട്ടാണ് ഡേറ്റ കളക്ട് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി അടുത്ത വർഷമായെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത വർഷം ആകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നേരത്തെ ഈ ടീച്ചർ എടുത്ത ലിസ്റ്റ് നമ്മുടെ കൈവശം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് നോക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. അത് തന്നെയാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. ആരോ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഡേറ്റ നമ്മൾ അത് കളക്ട് ചെയ്ത് നമ്മളത് യൂസ് ചെയ്യുന്നു. അതാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എക്സാമിന് മിക്കപ്പോഴും ചോദിക്കുന്നൊരു ഡിഫറൻസിയേഷനാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും തമ്മിലുള്ള ഡിഫറൻസ് മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ കളക്റ്റഡ് ഡയറക്ട്ലി ബൈ യു, നമ്മൾ തന്നെ പോയി സ്വന്തമായിട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നതാണ് പ്രൈമറി ഡേറ്റ. ഇനി സെക്കൻഡറി ഡേറ്റ എന്ന് വെച്ചാൽ ഡേറ്റ ഓൾറെഡി കളക്റ്റഡ് ബൈ സമ്മൺ എൽസ്, ഓൾറെഡി ആരോ ചെയ്തു വെച്ചേക്കുന്ന ഒരു ഡേറ്റ നമ്മളത് യൂസ് ചെയ്യുന്നു നമ്മുടെ ആവശ്യത്തിന് വേണ്ടി. ഓക്കെ, ആൻഡ് പ്രൈമറി ഡേറ്റ എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ഓരോ ക്ലാസ്സിലും ചെന്നിട്ട് ആ ടീച്ചർ ചോദിക്കണം. അതേപോലെ അപ്പോൾ നമ്മളൊരു ഡേറ്റ റിസർച്ച് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മൾ പറഞ്ഞു പോവേർട്ടിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ആ ഒരു ലൊക്കാലിറ്റിയിലേക്ക് എത്താൻ നമുക്ക് ഒരുപാട് ചിലവായിരിക്കും അല്ലേ? ടേക്സ് മോർ ടൈം ആൻഡ് മണി ടു കളക്ട് അല്ലേ? ഒരുപാട് പൈസ നമുക്ക് ചിലവ്, നമ്മൾ അവിടെ വരെ ഓട്ടോ പിടിച്ച് പോകുന്ന ചിലവ് അല്ലെ, അന്നത്തെ ഭക്ഷണത്തിൻ്റെ ചിലവ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ടേക്സ് മോർ ടൈം ആൻഡ് മണി ടു കളക്ട് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി ഡേറ്റയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ പൈസ ചിലവുണ്ടോ? ഇല്ല. സമയം പോവോ? ഇല്ല. കാരണം ആരോ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം നമ്മളെടുത്ത് ചെയ്യുന്നു അല്ലേ? അതാണ് നോക്കിയേ, സേവ്സ് ടൈം ആൻഡ് മണി. ആൻഡ് നോക്കിയേ, നീഡ്സ് ട്രെയിൻഡ് ഓർ എക്സ്പീരിയൻസ്ഡ് റിസർച്ചേഴ്സ് അല്ലേ? പ്രൈമറി ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് ഗ്രാഹ്യമുള്ള അല്ലെങ്കിൽ ഓൾറെഡി റിസർച്ച് നടത്തിയിട്ടുള്ള ഒരാളെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അല്ലേ? അല്ലാണ്ട് പറ്റുമോ? ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ ടീച്ചർ വന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉത്തരം പറയും. അതേ സമയത്ത് അപ്പുറത്തെ സ്കൂളിലെ വേറെ ഏതെങ്കിലും ടീച്ചർ വന്ന് നിങ്ങൾ ഉത്തരം പറയുമോ? പറയത്തില്ല. കാരണം നമുക്ക് നമ്മുടെ സ്കൂളിലെ ടീച്ചറിനോടാണ് നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അല്ലേ? യെസ്, അതാണ് സംഭവം. ആൻഡ് സെക്കൻഡറി ഡേറ്റ നോക്കിയേ, നോ നീഡ് ടു കളക്ട് ഇറ്റ് യുവർ സെൽഫ് അല്ലേ? അവിടെ നമുക്ക് എക്സ്പീരിയൻസ്ഡ് റിസർച്ചേഴ്സിനെയോ ട്രെയിൻഡ് റിസർച്ചേഴ്സിനെയോ ആവശ്യമില്ല. കാരണം ഓൾറെഡി അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന സാധനം നമ്മളെടുത്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത് നോക്കിയേ, പ്രൈമറി ഡേറ്റയിൽ നോക്കിയേ, ദർ മേ ബി ചാൻസസ് ഓഫ് ബയാസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ടീച്ചർ ഡേറ്റ കളക്ട് ചെയ്യണം. അപ്പോൾ ടീച്ചറിന് ഒരു കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതായത് ഒരു കുട്ടീനെ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ടീച്ചറിന് ആ കുട്ടീനെ ഇഷ്ടമാണ്. ആ കുട്ടിക്ക് വലുതായിട്ട് ഡാൻസ് കളിക്കാൻ അറിയത്തില്ല. അപ്പോൾ ടീച്ചർ നിനക്ക് കളിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, നീ കയറിക്കോളാൻ പറയും. അപ്പോൾ ആ ടീച്ചറിൻ്റെ ഒരു ആ കുട്ടീനെ കുറച്ച് ഇഷ്ടമുള്ളത് കൊണ്ട് ഒരു ബയാസ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സെക്കൻഡറി ഡേറ്റയുടെ കേസിൽ അങ്ങനെ ഉണ്ടോ? ബയാസ് ഉണ്ടാവോ?
ഉണ്ടാവത്തില്ല. കാരണം എന്താണ്, നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ച ഡേറ്റയാണ്. എന്ന് നോക്കി പ്രൈമറി ഡേറ്റ നോക്കി ഗീവ്സ് ലേറ്റസ്റ്റ് ഓർ അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ അല്ലേ. നമ്മളിപ്പം ഇതിപ്പോൾ കളക്ട് ചെയ്യുവാണെങ്കിൽ എന്താണ്, നമുക്ക് അപ്പോൾ ഉള്ള ഡേറ്റ ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ അതേസമയം സെക്കൻഡറി ഡേറ്റയുടെ കേസ് നോക്കിയാലോ, കഴിഞ്ഞ വർഷം പ്രിപ്പയർ ചെയ്ത സാധനമാണ്. ഇപ്പോൾ ആ ചിലപ്പോൾ എന്താണ് 10ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ പാസ് ഔട്ടായി പോയി അല്ലേ, അപ്പോൾ അവരുടെ പേരെന്താണ് നമുക്ക് യൂസ്ലെസ് ആണ് അല്ലേ. അതാണ് സംഭവം. ഇതാണ് പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. പലതവണയും 5 മാർക്സിനും 4 മാർക്സിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സിനും വീഡിയോസിനൊക്കെയാണ് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. ആൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ഇനിയും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.